ഉണ്ടാക്കുന്നില്ല. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ എൻ്റെ മോൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം. അതുകൊണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഇപ്പോൾ ഒരു 1/2 കിലോയെക്കാട്ടി കൂടുതൽ ചിക്കൻ ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അറിയാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ചേർത്ത് പോയി. അതൊരു 2 ടീസ്പൂൺ കാണും, ഇതിൻ്റെ ഇടയിലുണ്ട്. സാധാരണ ഇതിന് നല്ലത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തൊന്ന് വീഡിയോ ഇടാവുന്നത്. അപ്പം ഞാൻ അതിനകത്ത് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇത്രയും മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂണാണ് ഇത് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടി മിക്സ് ചെയ്തതാണേ. ഒരു 2 സ്പൂൺ മതിയാവോ? അല്ല വേണ്ട, 1 സ്പൂണും കൂടി ഇട്ടേക്കണം. ഇതൊക്കെ ഒരളവാണ്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തച്ചാൽ മതി. അങ്ങനെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ആ രീതിക്കിടാം. ഇനി കുറച്ച് ഉപ്പ്, ഇത്രയും സ്പൂൺ ഉപ്പ് ഇടാം. കുറച്ചും കൂടി ഇടാം, ആവശ്യത്തിന്, ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. നമുക്കിതൊന്ന് ഇളക്കി. ഒരു കാര്യം കൂടെ മറന്നുപോയി, കുറച്ച് തൈര് ഒഴിക്കാം. തൈര് ഇച്ചിരി കൂടിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതിന് നമ്മൾ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് വെക്കുക. വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കാം. ആവശ്യമുള്ളപ്പോൾ അല്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വറക്കണമെന്നുണ്ടെങ്കിൽ അന്നേരം അത്രയും നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നാളെ ആണെങ്കിൽ ഫ്രീസറിലോട്ട് വെക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് ഇളക്കണം. ഇനി ചിക്കനൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, എടുക്കാം.